ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ ഡ്യൂറ്റ് വണ്ടി ജനറൽ സർവീസായിട്ട് കയറ്റിയാണ്. ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച്, ബ്രേക്കിൻ്റെ ഭാഗങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ സർവീസുമായി ബന്ധപ്പെട്ട വർക്കും അതിൻ്റെ കംപ്ലയിൻസുള്ള കുറച്ച് പാർട്സുകൾ, ഡാമേജുള്ള പാർട്സുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ജസ്റ്റ് ഞാൻ വീഡിയോയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനറിൻ്റെ ഭാഗമൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്ക് ലൈനറൊക്കെ മാക്സിമം ഉപയോഗിച്ച് തീർന്നതാണ്. പരമാവധിയും അഡ്ജസ്റ്റിങ് കഴിഞ്ഞേക്കണതാണ്. അപ്പോൾ നമുക്കത് ബ്രേക്ക് ലൈനർ ചേഞ്ച് ചെയ്ത് തരണം. അതേപോലെ ബ്രേക്ക് ക്യാം അഴിച്ച് ഗ്രീസിംഗ് ഒക്കെ നടത്തി റീസെറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് വീലിൻ്റെ ഷാഫ്റ്റ്, അത് വീൽ ഷാഫ്റ്റിൻ്റെ ബെയറിംഗ് നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഗിയർ ബോക്സിനകത്ത്, അതായത് ഗിയർ ട്രാൻസ്മിഷനിൽ വരുന്നത് സെപ്പറേറ്റ് ഓയിലാണ്. എഞ്ചിൻ ഓയിലും ഗിയർ ഓയിലും സെപ്പറേറ്റ് വന്നെ. അപ്പോൾ അതിനകത്ത് നമുക്ക് വേണ്ടത് 120 മില്ലി ഓയിലാണ്. അപ്പോൾ അത് മാറേണ്ട ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കൂട്ടത്തിൽ കൂടെ മാറ്റി പോകണമാണ് ബെറ്റർ. പിന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ ഫുള്ള് ബ്ലോക്കാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്കായി കിടക്കുകയാണ്. തന്നെയല്ല നമുക്ക് എയർ ഫിൽറ്ററും അതേപോലെ കാർബറേറ്റർ പ്ലഗൊക്കെ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഓൾറെഡി നമുക്ക് വണ്ടിയുടെ പൊല്യൂഷൻ കഴിഞ്ഞ് കിടക്കാം. ആ പൊല്യൂഷൻ എന്തെങ്കിലും നമുക്ക് പേപ്പർ ഭാഗം ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഓൾറെഡി ഇത്രയും ബ്ലോക്ക് ഉള്ള സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും അത് പാസ്സായി കിട്ടില്ല. തന്നെയല്ല നമുക്കത് മാറുന്ന ടൈമായിട്ടുണ്ട്. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ അതിൽ ചെറിയ മിസ്സിങ് കാര്യങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ കാരണക്കാരൻ ഈ എയർ ഫിൽറ്ററാണ് കേട്ടോ. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ചെയ്തിടാം. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്, CVT ക്ലച്ചാണ്. അപ്പോൾ അതിൻ്റെ ഭാഗങ്ങൾ ഓരോന്നായിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. വേരിയേറ്റർ ബോഡി, റോളർ, ബോസ്റ്റർ റിവ്യൂ യൂണിറ്റൊക്കെ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളുള്ളൂ. ഇതതിൻ്റെ പിനിയൻ സ്റ്റാർട്ടർ, അതായത് ബെൻഡെക്സ് എന്ന് പറയും. അതിൻ്റെ ചെക്കിങ്ങും അതിൻ്റെ വർക്കിങ്ങും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓക്കെയാണ്, നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഇത് CVT ക്ലച്ചിൻ്റെ മെയിൻ ഒരു പാർട്ടാണ്. ക്ലച്ച് വെയിറ്റ് സെറ്റ് യൂണിറ്റ്, അതേപോലെ റോളർ, പിന്നും കാര്യങ്ങളൊക്കെ വന്നൊരു യൂണിറ്റാണ്. അതിൻ്റെ വർക്കിംഗ് നോക്കുമ്പോഴും പെർഫെക്റ്റാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ചെറിയ ഒരു പിടുത്തം പോലെ ഉണ്ട്. നമ്മൾ എന്തെങ്കിലും കൂട്ടത്തിൽ ഗ്രീസ് ചെയ്ത് പോകുമ്പോൾ അത് റെഡി ആയിക്കോളൂ കേട്ടോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇത്രയും കട്ടിക്ക് പൊടിയതുണ്ടോ. അതൊക്കെ നമ്മൾ ഇടയ്ക്ക് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. ശരിക്കും പറഞ്ഞാൽ 6 മാസത്തിലൊരിക്കൽ തന്നെ CVT ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യണം. ഗ്രീസിങ് ചെയ്യേണ്ട പാർട്ടുകൾ ഗ്രീസ് ചെയ്യണം. അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഭാഗത്തേക്ക് കംപ്ലയിൻറ്റ്സ് വരാമെന്ന് പറഞ്ഞാൽ പാർട്സുകളൊക്കെ ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള പാർട്സുകളാണ്. അപ്പോൾ അതൊക്കെ ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശ്രദ്ധ കുറവുകൊണ്ട് അത് വന്നു പോകാണ്ടിരിക്കാനായിട്ട് നമുക്ക് 6 മാസം കൂടുമ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് പോകേണ്ടതാണ് ഏറ്റവും ചുരുങ്ങിയത്. സാധാരണ സർവീസ് വന്ന് 4 മാസം കൂടുമ്പോഴാണ് ജനറലായിട്ടുള്ള സർവീസ് വരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ കേട്ടോ. പിന്നെ അതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ സെൻട്രൽ പോർഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഓൾറെഡി പൊട്ടിയിരിക്കണം ഇത് ഭാഗങ്ങളൊക്കെ കേട്ടോ. ഓരോ കട്ടയുടെ ഉള്ളിൽ കൂടെയും പൊട്ട് വീണിക്കുന്നുണ്ട്. എന്നാൽ ചില പൊട്ടലുകളൊക്കെ നല്ല ഡീപ്പായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ റബ്ബർ ടൈപ്പ് ബെൽറ്റാണ്, നൈലോൺ നൂലുമാണ് അതിൻ്റെ ഉള്ളിൽ വേണ്ടത്. അതായത് ഒരു കട്ട അങ്ങോട്ട് പൊളിഞ്ഞു പോന്നാൽ പിന്നെ പെട്ടെന്ന് പിടിപിടിക്കുന്ന ഭാഗങ്ങൾ പൊളിഞ്ഞു പോകുമ്പോൾ നമ്മൾ വഴി പെട്ടു പോകുന്നൊരു സിറ്റുവേഷൻ വരും. കാരണം ഇതൊക്കെ അത്യാവശ്യം നമ്മൾ ഉപയോഗം കഴിഞ്ഞേക്കണതാണ്, അതിൻ്റെ കാലാവധി കഴിഞ്ഞേക്കണമാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഇടേണ്ടതായിട്ടുണ്ട് നമുക്ക് കേട്ടോ. പിന്നെ അതേപോലെ ബാക്കിലെ ബ്രേക്കിൻ്റെ കേബിൾ ഔട്ടർ വലിഞ്ഞിരിക്കുക. അതുകൊണ്ട് തന്നെ ബ്രേക്ക് നമ്മൾ എത്ര ബലം കൊടുത്ത് പിടിച്ചാലും വണ്ടി നിൽക്കാനായിട്ടൊരു ചെറിയൊരു ടൈം വേരിയേഷൻ കാണിക്കുന്നുണ്ട്. നമ്മൾ പിടിച്ച് ഒരുപാട് സ്ട്രെയിൻ ചെയ്ത് പിടിക്കേണ്ട ഒരു സിറ്റുവേഷനാണ്. അത് ഈ കേബിളിൻ്റെ ആണ്. അതായത് ബ്രേക്ക് ലൈനറും ഓൾറെഡി തീർന്ന് നിൽക്കുക, കേബിളാണെങ്കിൽ ഔട്ടറും വലിഞ്ഞ് നിൽക്കുകയാണ്. ഫ്രണ്ടിലത്തെ പോയിന്റ് കേട്ടോ, ബാക്കിലത്തെ മാത്രമല്ല ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ഒരു കേബിളും കംപ്ലയിൻ്റ് ഉണ്ട്. ഞാൻ ആ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് കാണിച്ചു തരാം അത്. പിന്നെ നമുക്കതിൻ്റെ ഈ ഭാഗത്ത് ചോക്കിൻ്റെ കേബിളൊക്കെ ജാമാണ്, ടൈറ്റാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ കാർബറേറ്റർ യൂണിറ്റും ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിലായി കാണാൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വാട്ടർ സർവീസ് ചെയ്യേണ്ടി ഓപ്പണായിട്ട് ഈ രീതിയിൽ തന്നെ വാഷ് ചെയ്ത് പോകുന്നതായിരിക്കും കുറേ കൂടി ബെറ്റർ. പിന്നെ നമുക്ക് കാർബറേറ്ററും ഫുള്ളായിട്ടൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് മാറ്റേണ്ടി വരുന്നുണ്ട്, സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റും മാറേണ്ടി വരുന്നുണ്ട്. അപ്പോൾ കൂട്ടത്തിലുള്ള ആ എയർ ഫിൽറ്റർ, കാർബറേറ്റർ യൂണിറ്റും കൂടി അഴിച്ച് ക്ലീൻ ചെയ്താലാണ് ആ ഒരു ഫംഗ്ഷൻ, ആ ഒരു സർക്യൂട്ട് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ അതും കൂടി നമ്മൾ കൂട്ടത്തിൽ ക്ലിയർ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ആക്സിലേറ്റർ കേബിളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ വർക്കിംഗ് ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ ബ്രേക്കിൻ്റെ ഒരു കേബിളും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ലെഫ്റ്റ് സൈഡിലെ ബാക്ക് ബ്രേക്ക് പിടിക്കുമ്പോൾ ലോഡ് തന്നെയാണ് ഈ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിളും, കോമ്പി ബ്രേക്ക് എന്ന് പറയാം. അതിൻ്റെ ഈ ഒരു കേബിളും ഇവിടെ ഔട്ടറൊക്കെ കട്ടായിട്ട് ഓൾറെഡി വലിഞ്ഞ് നിൽക്കണേ. അപ്പോൾ അത് കൂടി കൂട്ടത്തിൽ നമുക്ക് മാറ്റിയിടേണ്ടതുണ്ട്. പിന്നെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു പോയിൻറ്റ് ബൾബിൻ്റെ ഒരു പോയിൻറ്റ് പോയേക്കാണ് കേട്ടോ. സ്പീഡോമീറ്റർ ഓൾറെഡി വർക്കിംഗ് ആണ്, എങ്കിൽ കൂടി ഇത് ഈ ഭാഗമൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം തുരുമ്പിട്ടിട്ട് പൊട്ടുന്ന സിറ്റുവേഷനിൽ നിൽക്കണേ. കൈയോടെ മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് മീറ്ററുമായി ബന്ധപ്പെട്ടൊരു വർക്ക് ചെയ്യേണ്ടി വരില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കയറ്റിയിട്ട് നമുക്ക് മീറ്റർ കേബിൾ മാറ്റാൻ വേണ്ടി പിന്നെ ഒരു ദിവസം കയറ്റേണ്ടതായിട്ട് വരും കേട്ടോ. പിന്നെ ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്ത് തരുന്നുണ്ട്. ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ഇരിക്കുന്ന SF സോണിക്കിൻ്റെ ബാറ്ററിയാണ്. 12 വോൾട്ട് 5 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ നമ്മളതിൻ്റെ വോൾട്ട് ടെസ്റ്റ് കാര്യങ്ങൾ നടക്കുമ്പോൾ 12.5 വോൾട്ട് കാണിക്കുന്നുണ്ട്. വോൾട്ട് ടെസ്റ്റ് ചെയ്യും കേട്ടോ. ഞാൻ ബാറ്ററി ഒന്ന് ടെസ്റ്റ് മോഡിലേക്ക് വിടുന്നുണ്ട്. ബാറ്ററിയുടെ കറക്റ്റ് കണ്ടീഷൻ അത് കാണിക്കും. ഇപ്പോൾ നിലവിൽ ബാറ്ററി ഡാമേജ് ആയിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ സെൽഫ് വർക്കിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഇപ്പോൾ തൽക്കാലം ബാറ്ററി നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നില്ല. പക്ഷേ എപ്പോൾ വേണമെങ്കിലും ബാറ്ററിയുടെ ഒരു കംപ്ലയിൻറ്റ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അതായത് സെൽഫ് എടുക്കാതെ കംപ്ലയിൻ്റ് ആയിട്ടായിരിക്കും ഫസ്റ്റ് കാണിക്കാം. നമുക്ക് ഓൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യും, പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം അതിന് ജസ്റ്റ് വോൾട്ട് മതി.
പക്ഷേ സെൽഫ് എടുക്കണമെങ്കിൽ കറക്റ്റ് ആംബിയർ കിട്ടിയാലാണ് സെൽഫ് മോട്ടർ വർക്ക് ആവുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ടായിരിക്കും കാണിക്കുക. കാരണം ഓൾറെഡി നമ്മളിപ്പോൾ ചെക്ക് ചെയ്യുമ്പോൾ ബാറ്ററി ഡാമേജാണ് കാണിക്കണേ, പോയ ബാറ്ററി ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ സെക്കൻഡറി ഫിൽറ്ററും പ്ലഗിൻ്റെയും കേസ് പറഞ്ഞല്ലോ. പ്ലഗ് ഈ പറഞ്ഞ രീതികൾ അത്യാവശ്യം പോയിൻ്റൊക്കെ കത്തി തീർന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചേഞ്ച് ചെയ്ത് തരണം. അതേപോലെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ ഫോം ടൈപ്പ് വരാം, അതും പൊടിഞ്ഞൊടിഞ്ഞുണ്ട് കേട്ടോ. അതെന്തായാലും മാറ്റാണ്ട് നമുക്ക് വരില്ല. പിന്നെ എഞ്ചിൻ ഓയിൽ മാറണം. ഇത്രയായിട്ടാണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് വർക്കുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ മാറ്റേണ്ടി വരുന്ന പാർട്സുകളുടെ ജസ്റ്റ് ഒരു ലീസ്റ്റ് കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. ഒന്ന് നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്, പിന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് മാറുന്നുണ്ട്, പ്ലഗ് മാറുന്നുണ്ട്. പിന്നെ സെൽഫൊക്കെ അടിക്കുമ്പോൾ നമുക്ക് ആ ഒരു ടൈം ലാഗ് കാണിക്കുന്നത് സ്വിച്ചിൻ്റെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തിടുന്നുണ്ട്. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ബ്രേക്കിൻ്റെ ഒരു കേബിൾ, സ്പീഡോമീറ്റർ കേബിൾ, ഹെഡ്ലൈറ്റിൻ്റെ ബൾബ് ഒരു പോയിൻ്റ് പോയിട്ടുണ്ടല്ലോ, അപ്പോൾ അത് മാറുന്നുണ്ട്. പിന്നെ ബ്രേക്കിൻ്റെ കേബിളുകൾ രണ്ടെണ്ണം, 2 ബ്രേക്കിൻ്റെ കേബിൾ, എയർ ഫിൽറ്റർ, ബെൽറ്റിൻ്റെ കണ്ടീഷൻ, ഗിയർ ഓയിൽ, ഇത്രയായിട്ടാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് ഇത്ര ഉൾക്കൊള്ളിച്ചിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. അതിനകത്ത് നമുക്ക് കാർബറേറ്റർ ക്ലീനിങ്ങും ബ്രേക്ക് കേബിളിൻ്റെ മാത്രമേ അഡീഷണൽ വന്നുള്ളൂ. ബാക്കിയത്തെ ഒക്കെ നമുക്ക് ജനറൽ സർവീസിനകത്ത് വന്ന വർക്കുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. കാർബറേറ്റർ ക്ലീനിങ്ങും ബ്രേക്ക് കേബിളുകളാണ് ചേഞ്ച് ചെയ്യുന്നത്. പിന്നെ പൊല്യൂഷൻ കൂടി കൂടുതൽ നമുക്ക് എടുത്തു പോകണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് അതും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള എസ്റ്റിമേറ്റ് ഞാൻ പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാൽ മതി. അപ്പോൾ റിപ്ലൈ കിട്ടിയാൽ അതനുസരിച്ചിട്ടാണ് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പരമാവധി കണ്ടുമ്പോൾ തന്നെ ഒന്ന് റിപ്ലൈ ഇടാം കേട്ടോ.